ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു. ഉപ്പ എല്ലാത്തിനും ഫോട്ടോ എടുക്കുക, എന്നെ കോളേജിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഉപ്പ ഫോട്ടോ എടുത്ത് തരിക. ഉപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉപ്പാരെ മറ്റേ ഡോക്ടറുടെ ഉപ്പ ആവണല്ലോ എന്നുള്ള രീതിയിൽ എന്റെ പേരൊക്കെ ഡോക്ടർ എന്നുള്ള രീതിയിലൊക്കെ സേവ് ചെയ്ത് വെച്ചു. അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് ഉപ്പേനെ ഹോസ്റ്റലാക്കിയിട്ട് പോവാ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേനെ അവിടെ ഇറക്കി പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പം ബാക്കിയുള്ളവരൊക്കെ പാരൻസ് ഒക്കെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പോകും. അപ്പം ഞാൻ ആലോചിച്ചു എന്താണ് ഉപ്പ ഇങ്ങനെ എന്നെ മാത്രം ഹഗ് ചെയ്യാതെ പെട്ടെന്ന് പോയത്. അപ്പോൾ ഉപ്പയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. ഉപ്പ പെട്ടെന്ന് പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ അപ്പം ഞാൻ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ എല്ലാ പാരൻസൊക്കെ ഇങ്ങനെയാണ്, അപ്പോൾ ഉപ്പ എന്താ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും കരയും നീയും കരയും, അതുപോലെ തന്നെ നീ ആ പെട്ടി എടുത്ത് 2 ദിവസം കൊണ്ട് തിരിച്ചു വരികയും ചെയ്യും, അവിടെ പിടിച്ച് നിൽക്കൂല എന്നുള്ള സംഭവം. മറിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ കയറിയല്ലോ, അപ്പോൾ ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ച് ഉപ്പ അവിടെ നിന്ന് കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ലാസ്റ്റ് ഇയർ ഉപ്പ എന്നെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഉപ്പാൻ്റെ കൂടെ പോകുമായിരുന്നു. പക്ഷെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് കറക്റ്റ് ഡിസേർവ് ചെയ്യുന്ന സാധനമായിരുന്നു. ഉപ്പ എന്നെക്കാളും ഭയങ്കര ഹാപ്പി. ഉപ്പയുടെ കണ്ണെന്ന് പറയണത് കറക്റ്റ് ആ സംഭവം കണ്ടു. അപ്പം അതിൽ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു.